അയ്യോ എന്നെ കടിച്ച ഓരോ പട്ടികളെ കേൾക്കാൻ വേണ്ടി പറയുന്നു. ഈ ഇരുമ്പഞ്ചോളി ഇവിടെ നിന്ന് ഇറങ്ങുമെങ്കിൽ എല്ലാത്തിനും ഞാൻ വെട്ടിപ്പിരിക്കും. നീ ഞൊട്ടും. എടാ നാണം ഉണ്ടാടാ പട്ടീരെ കടിയും കൊണ്ട് നീ ആശുപത്രി നിന്ന് കിടക്കായി. എന്നെ കണ്ടുപടിയടാ അന്തസ്സുള്ളവനാണ്. ഉള്ള അന്നിരുന്ന എടാ നിന്റെ ഫ്രണ്ട് ഞാൻ അന്തസ്സുള്ളവനാണ്. എടാ ഞാൻ കണ്ടതേ വെട്ടും കുത്തും ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഓ നിന്റെ അന്തസ്സിനെ കുറിച്ച് പറയാതിരിക്കണ വൃത്തി. നീ എന്റെ ഓരോ കൊട്ടേഷൻ നീ തട്ടിക്കൊണ്ട് പോയാനല്ലടാ. പിന്നെ നിന്റെ കൊട്ടേഷൻ തട്ടിക്കൊണ്ട് പോയാൽ നിന്റെ കൊട്ടേഷൻ തരും ഫുട്ബോൾ ആയിരുന്ന എരുപ്പന്ത്. ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴിയാ. ആശാനെ എന്താ എംപ്ലോയാ ആശാനെ നിങ്ങളെ കാരണം എന്റെ തൊലി ഉരിഞ്ഞു പോയി. നിന്റെ തൊലി എന്താ വാഴപ്പോളെ? അയ്യോ അതല്ല, ഈ ജംഗ്ഷനിൽ കിടന്ന് പട്ടി കടിച്ചപ്പോഴേ എന്തിനാ ആശാനെ പട്ടികളെ പോലെ കിടന്ന് മോങ്ങിയത്? 10-12 പട്ടികൾ വന്ന് പിന്നാമ്പുറത്ത് കടിക്കുമ്പോ പ്രമദവനം വീണ്ടും എന്ന് പാടാടാ ഞാൻ. അയ്യോ കൂടുതൽ കിണിക്കല്ലേ, വേറൊന്നും കൊണ്ടല്ല. 16 പേര് കൂടിച്ചേർന്ന് ഇടിച്ചപ്പം എന്റെ ആശ 1 ഇഞ്ച് പോലും പിറകോട്ട് പോയിട്ടില്ല. എടാ അവനെ ഭിത്തി ചേർത്താണ് ഇടിച്ച, പിന്നെ അവൻ എങ്ങോട്ട് പോവാനടാ? അധികം സമയം എന്റെ ആശാനത്ത് ആരും നിക്കൂല, നിന്നാ കാല് കഴിക്കും. നീ ആരെ കണ്ടിട്ട് ഇവിടെ കിടന്ന് ഷോ കാണിക്കണേ? ആശാനെ കണ്ടോണ്ട് പട്ടി അടിച്ച് ഊപ്പാട് വന്നിടക്ക് എന്നെ കണ്ടോണ്ട് നീ ഷോ കാണിക്കല്ലേ? അവര് ഗുണ്ടയാണ്, മര്യാദക്ക് ഗുണ്ടായിരുന്ന ഗുണ്ടക്ക് എന്ത് പറ്റിയത്? നെറ്റിയില് കടന്തല് കൊത്തി. ആന്തിന് കടന്നൽ നിങ്ങൾ കൊത്തിയത്? കടന്തലിന്റെ കുഞ്ഞമ്മേരെ മോളെ കല്യാണത്തിന് ഒരു 5000 രൂപ എന്ന് ചോദിച്ചു. അത് കൊടുക്കാത്തോണ്ട് വന്ന് കത്തി. ഇടത്തെ കൈയിട്ട് അടിച്ചിട്ട് പോടാ അവിടെ. എന്തൊരു ചളികടാ. ചിരിക്കുറ്റി അടിച്ചില്ല, അവന്റെ ചെവിക്കുറ്റി നോക്കിയാലും കൊറ. അവനടുത്ത് പോകാൻ പറ ആശാനെ. ആശാനെ കടിച്ച പട്ടികളെ പേരറിയാമോ? കടിക്കാൻ വന്ന പട്ടികൾ ആധാർ കാർഡും കൊണ്ടല്ലേ വന്നത്. നീ എന്നെ കാണാൻ വന്ന എന്നെ കളിയാക്കാൻ വന്ന? ആശാനെ കാണാൻ തന്നെ വന്നത്. ദാണ്ട എന്റെ ആശാന് വേണ്ടി അരിയില്ലാത്ത മുന്തിരിങ്ങ. അതെന്താ ഈ മുന്തിരിങ്ങക്ക് അരിയില്ലാത്തത്? ആ മുന്തിരിക്ക് റേഷൻ കാർഡില്ലായിരുന്നു, അതാണ് അരിയില്ലാത്തത്. നീ വരുന്ന വഴിക്ക് 1 കിലോ ആപ്പിൾ വാങ്ങിച്ചോണ്ട് വരാത്തത്. പിന്നെ ആപ്പിളെ കയറ്റോളാം നിങ്ങള്. എനിക്കല്ല, പിന്നെ അവന്റെ വായിക്കത്ത് തിരികെ. അവനടുത്ത് പോകാൻ പറ ആശാനെ. അല്ല ആശാനെ ഡോക്ടറെ കണ്ടായിരുന്ന? ഡോക്ടറെ കണ്ട്. ഡോക്ടർ എന്ത് പറഞ്ഞു? 6 വർഷങ്ങൾക്ക് ശേഷമേ എന്റെ ആരോഗ്യം തിരിച്ചു വരുവുള്ളൂ എന്ന് പറഞ്ഞു. 6 വർഷം കഴിഞ്ഞ് തിരിച്ചു വരാൻ നിന്റെ ആരോഗ്യം എന്താ പൂവള്ളി എന്ത് ചൂടനാണ്? എന്റെ ആശാൻ വിഷമിക്കേറി. ആശാന്റെ ആരോഗ്യം തിരിച്ചു വരും. ആശാൻ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചല്ലേ കുടിക്കുന്നത്. ഇത് മൂത്രം പോകാൻ വേണ്ടി ട്യൂബ് ഇട്ടിരിക്കുക. ഓ ഇവന്റെ മൂത്രത്തിന് രാത്രി പോകാൻ ഭയങ്കര പേടി. അങ്ങനെ വെട്ടം കിട്ടാൻ വേണ്ടി ഒരു ട്യൂബ് എത്തിച്ചിരിക്കുന്നു. അതായിരുന്നില്ലേ? അതെന്തായാലും കൊള്ളാം. എന്റെ ആശ വന്ന ഹോസ്പിറ്റൽ അടിപൊളി. മറ്റെവിടെയും കിട്ടാത്ത മരുന്നുകൾ ഈ ഹോസ്പിറ്റലിൽ കിട്ടും. ഇവിടെ വെടിമരുന്ന് കിട്ടോടാ. അത് ഉണ്ടായിരുന്നെങ്കിലേ നിന്റെ അണ്ണാ കിട്ടി ഞാൻ പൊട്ടിച്ചേനെ. ആശാനെ എനിക്ക് ഇവനെ കാണുമ്പോഴേ എന്റെ ചോര ഇങ്ങനെ തിളച്ചു വരെയാണ്. ശകലം പഞ്ചാരയും തേയിലയും കൂടെ കിട്, അപ്പോഴാ ചോര ചായ ആവും. എന്നിട്ട് നിന്റെ ആശാന്റെ അണ്ണാക്കി കൊണ്ട് വീത്തി കൊറ. ചോര കണ്ട അറുപ്പ് മാറിയവരാണ് ഞങ്ങള്. ഞാനിവിടെ എണീച്ച നടക്കും. ആദ്യം നീ അവിടെ കിടയടാ. ആശാനെ പണ്ടത്തെ പോലെയൊന്നുമില്ല. ആശാനവന് ഒട്ടും പേടിയില്ല. ഇനി അങ്ങനെ ആയിരിക്കരുത്. ഇരുമ്പ് ജോൺ എന്ന് പറഞ്ഞ പേര് കേട്ടാ ഈ ലോകം തന്നെ കിടുകിട വിറയ്ക്കണം. അങ്ങനെ വിറയ്ക്കുമെങ്കിൽ ആ പേരങ്ങ് മാറ്റി, എന്നിട്ട് മഞ്ഞുമലയെന്ന് ഇടടാ. അതാകുമ്പോ ഈയല് വിറയ്ക്കുന്ന നിനക്ക് നിന്ന് വിറയ്ക്കും. ഇവന് 24 ഇഞ്ചിന്റെ കുറവുണ്ട്. 24 ഇഞ്ച്? 24 ഇഞ്ച് എത്രയാടാ? 2 അടി. 2 അടി. ആ 2 അടിയുടെ കുറവിന് ഉണ്ടടാ. അതുകൊണ്ട് ആശാനെ ഉണ്ട്. എടാ നിന്റെ ചിറ്റപ്പനെ പട്ടാ പോലെ ഒരുത്തൻ തല്ലിയപ്പം നീ എവിടെ പോയിരുന്നാ കുണ്ടേ? എടാ എന്റെ ചിറ്റപ്പനെ തല്ലിയവന്റെ കഴുത്ത് ചിറ്റപ്പന്റെ കാൽക്കൽ വെട്ടിവെക്കാൻ വേണ്ടി വാളും കൊണ്ട് പോയവനാണ് ഈ ഞാൻ. എന്നിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ അവ ഒരു ചോദ്യം, തല വെട്ടിക്കൊണ്ട് പോണൊക്കെ കൊള്ളാം, വൈകുന്നേരം 5:30 മണിക്ക് അവന് തിരിച്ചു കൊടുക്കണമെന്ന്. ആദ്യം രാത്രി 6 മണിക്ക് അവന് ഷുഗറിന്റെ ഗുളിക കഴിക്കാൻ വാ വേണമെന്ന്. വേദന കാരണം ചില വാക്കുകൾ ഞാൻ വിഴുങ്ങി പോന്നടാ. അയ്യോ വിഴുങ്ങല്ലേ, ചില്ലക്ഷരം വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ അണ്ണാക്കി പൊത്തു കയറും. ആശാനെ പിന്നെ ആശാൻ വേദനക്കുള്ള മരുന്ന് കഴിച്ചായിരുന്ന? ഞാൻ ഇവിടെ വേദന മാറാൻ വേണ്ടി ഉള്ള മരുന്ന് കഴിക്കണേ. നീ എനിക്ക് വേദനക്കുള്ള മരുന്ന് കൊണ്ടുവരണം. നിങ്ങളെ പട്ടിയല്ല ആന വന്ന് വായി കുത്തണം വരുന്നു. ആശാനെ പിന്നെ നമ്മൾ സുരേന്ദ്രൻ കൊണ്ടേയില്ലേ, അവനെ ഇന്നലെ പോലീസ് അങ്ങ് തൂക്കി. എത്ര കിലോ ഉണ്ടായിരുന്നു? 2 കിലോ. അവനടുത്ത് വല്ലതും കഴിക്കാൻ പറയട്ടെ. അയ്യോ അതല്ല, പോലീസ് തൂക്കിയെടുത്ത് അകത്തിട്ടൊന്ന്. അതുകൊണ്ട് നമുക്ക് ഗുണ്ടാ പണി നിർത്തണം. എന്നിട്ട് വല്ല ബാങ്കാ ATM മോട്ടിക്കാൻ പോയാലോ? നല്ല ശിഷ്യ തന്നെ. കായലിൽ കിടന്ന് കുളിച്ചോണ്ടിരിക്കുന്ന അങ്ങേരെ അടുത്ത് കടലിൽ കൊണ്ടെറിയാൻ വന്നിരിക്കുന്നത്. ഹലോ മിസ്റ്റർ ഗുണ്ടാ, നമുക്കറിയാം കേട്ടോ എന്തൊരു വേണമെന്ന്. എന്റെ ആശാന്റെ കൈപ്പെന്താണോ സത്യം? ആശ ഇവിടെ നിറങ്ങിയ നിങ്ങളെ ജംഗ്ഷനിൽ കൊണ്ടു നിർത്തി ഞാൻ പാലഭിഷേകം നടത്തും. കണ്ടാ യവനാണ്ടാ എന്റെ യഥാർത്ഥ ശിക്ഷയെ. എടാ 10 രൂപ എടുത്ത് ഒരു പാല് മേടിക്കാൻ പൈസ ഇല്ലാത്തോണ്ട് മുഖത്തിടുന്ന പൗഡർ കട്ടൻ ചായയിൽ കലക്കി പാലാക്കി കുടിച്ചവനാണ് നിനക്കിനി അഭിഷേകം ഉണ്ടാക്കാൻ പോണത്. അത് ബുദ്ധി ഉപയോഗിക്കണം, ബുദ്ധി. യവന് ഭയങ്കര ബുദ്ധിയാണ് കേട്ടാ. ഒരു ദിവസം പെരു മഴയത്ത് ഞാൻ അതിലേ പോയപ്പോഴത്തേക്ക് കൊടയം പിടിച്ചോണ്ട് ചെടിക്ക് വെള്ളം വീത്തണ്. തന്നെടാ ഇവിടെ വാടാ. ഇനി മേലില് കൊടയം പിടിച്ചോണ്ട് പെരുമഴയത്ത് നിന്ന് വെള്ളം ഒഴിക്കരുത്. പിന്നെ റെയിൻ കോട്ട് ഇട്ട് വേണം ഒഴിക്കാൻ. കേട്ടാ മണ്ട. അയ്യോ ആശാനെ നിങ്ങളെ മണ്ടാന്ന് വിളിക്കരുത്. കഴിഞ്ഞ ദിവസം ഞാൻ ജംഗ്ഷനിൽ ഒരു വലിയ ബിൽഡിംഗിൽ മോട്ടിക്കാൻ പോയി. ആദ്യത്തെ അലമാര തുറന്ന് ഒന്നും കിട്ടിയില്ല. രണ്ടാമത്തെ മേശ വലിച്ചു തുറന്ന് ഒന്നും കിട്ടിയില്ല. മൂന്നാമത്തെ അലമാര അതിസാഹസ്യമായി തുറന്നപ്പോഴാ ഒരു പുല്ലും കിട്ടിയില്ല. അയ്യോ ഈ
പുന്നാര ശിഷ്യം പോയി മോട്ടിച്ച കടയിൽ തരാമോ നമ്മളെ വെൺകുളത്തെ പ്രകാശന അലമാര പണിത് കടയിൽ വെക്കല് വിൽക്കാൻ വേണ്ടി അതിലാണ് ചെന്ന് കുത്തി കറഞ്ഞ അവിടെ കാച്ചിലിരിക്കുന്നു. ആ കാച്ചിലെങ്കിലും എടുത്തോണ്ട് വരാത്തന്തരാ നമുക്ക് അവിച്ച് തിന്നൂടായിരുന്നു. നീ എന്റെ ശിശുവിനെ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. എന്റെ അമ്മൂമ്മ തൊലിച്ചു വെച്ചിരുന്ന മരിച്ചിരിക്കണെങ്കിൽ ആനക്കൊമ്പാണെന്ന് പറഞ്ഞ് എടുത്തോണ്ട് ഓടിയവനല്ലടാ നീ. എടാ അത് ഒറിജിനൽ കൊമ്പാരിക്കോണം പറഞ്ഞ് നിന്റെ ചുണ്ടമ്പള്ള മീശയും വെച്ച് നീ എന്റെ പിറകെ വന്നവനാണ്. അത് പിന്നെ അയ്യോ അയ്യോ എന്താ ആശാനെ, എന്ത് ഞാൻ ഇനി യൂറോപ്യൻ ക്ലോസറ്റിൽ എങ്ങനെ ഇരിക്കുവോ എന്തോ. ആഹാ, എന്റെ ആശാനെ യൂറോപ്യൻ ക്ലോസറ്റ് കൊണ്ടാ. പിന്നെ നിന്റെ ആശാന്റെ യൂറോപ്യൻ ക്ലാസ്സിൽ നീ കണ്ടിട്ടില്ലേ? ഇല്ല. എടാ ഇരിക്കുന്ന പ്ലാസ്റ്റിക് കസാരല്ലേ അതിന്റെ സെന്റർ ചവിട്ടി ഹോളാക്കിയിട്ട് അത് ബാക്കി വെച്ച് സാധിക്കുന്നതാണ് അവന്റെ യൂറോപ്യൻ ക്ലോസറ്റ്. നീ ഇവന്റെ കുളിമുറി എടുത്തിട്ടുണ്ടോ? അത് കണ്ടിട്ടില്ല. നമ്മൾ ഈ ഫ്രിഡ്ജ് കൊണ്ടുവന്ന കവറില്ലേ, അതിനകത്ത് ഇറങ്ങിയതാണ് ഇവന്റെ കുളി. അവനാണ് എന്റെ കുറ്റം പറയണത്. അതൊക്കെ പോട്ട് നീ എന്റെ ഭാര്യനെ വിവരം അറിയിച്ച. ഓ, ചേച്ചി കാര്യം പറഞ്ഞു. അവൾ എന്തിനു പറഞ്ഞു? ചേച്ചി പറഞ്ഞ് പട്ടി കടിച്ച ഒരു സാധനം ചേച്ചിക്ക് വേണ്ടെന്ന്. അവൾ അങ്ങനെ പറഞ്ഞ. അപ്പൊ ഈ ഇരുപത്തി ജോണിയായ ഞാൻ ഇനി നീ വെറും പട്ടി ജോണി.